ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇഷാൻ കിഷൻ്റെയും ശ്രേയസ് അയ്യരുടെയും ഭാവി BCCയുടെ കൈകളിലാണ്. ഈ രണ്ട് താരങ്ങളും BCCയുടെ മുഖ്യ കരാറിലുള്ള താരങ്ങളാണ്. പരിക്കില്ലാതെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്ന BCCയുടെ നിയമം തെറ്റിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇഷാൻ കിഷൻ തൻ്റെ വ്യക്തിപരമായ കാരണത്തിലാണ് അവധിയെടുത്തത്. ഇഷാൻ കിഷൻ ഒരു തരത്തിലും ഈ നിയമങ്ങൾ താൻ അനുസരിക്കില്ല എന്ന നിലപാടിലാണ്. ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡും BCC സെക്രട്ടറി ജയ്ഷായും നിർബന്ധമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും താരം ഇതെല്ലാം തള്ളിയുമറ്റാണ്. ശ്രേയസ് അയ്യർ പരിക്ക് മൂലമാണ് താരം ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ താരത്തിന് യാതൊരു പരിക്കുമില്ലെന്നും ദേശീയ ക്രിക്കറ്റ് അക്കാദമി BCC അറിയിച്ചതോടെ ശ്രേയസ് അയ്യരും കുഴപ്പത്തിലായി. മൂന്നാം ടെസ്റ്റ് വിജയത്തിന് ശേഷം രോഹിത് ശർമ്മ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇങ്ങനെ പറഞ്ഞു: കളിക്കാൻ അടങ്ങാനാവാത്ത താല്പര്യമുള്ളവർ മാത്രമേ ഇപ്പോൾ ടീമിലുള്ളൂ. നിരവധി താരങ്ങൾ അവസരം കാത്തിരിക്കുന്നുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അവസരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പ്രയോജനപ്പെടുത്തുക എന്നതാണ് പ്രധാനം. ഇല്ലെങ്കിൽ പുറത്തിരിക്കേണ്ടി വരും. ഇത് ഇഷാൻ കിഷനോടും ശ്രേയസ് അയ്യരോടുമുള്ള സൂചനയാണ്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താരങ്ങൾ വിട്ടുനിൽക്കുന്നത്. രഞ്ജി ട്രോഫിയിൽ കളിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ലാത്തതിനാൽ ചിലപ്പോൾ ശ്രേയസ് അയ്യർ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ തമിഴ്നാടിനെതിരെ മുംബൈക്ക് വേണ്ടി കളിക്കാൻ സാധ്യതയുണ്ട്. ഇഷാൻ കിഷൻ T20 മത്സരം കളിക്കുകയാണിപ്പോൾ. താരങ്ങൾക്ക് രഞ്ജി കളിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.